നമസ്കാരം. ഇന്ത്യ മോദി സർക്കാരിന്റെ കൈപിടിച്ച് നടക്കാൻ പോകുന്നത് അമേരിക്കയും ചൈനയും ഉൾപ്പെടെ വായ പൊളിച്ച് നോക്കി നിൽക്കാൻ പോകുന്ന തരത്തിൽ വലിയ മുന്നേറ്റമാണ് ആയുധവൽക്കരണത്തിൽ കൈവരിക്കാൻ പോകുന്നത്. ഇന്ത്യ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം മുന്നോട്ട് കുതിക്കുന്നത് മിസൈലുകളെ പോലും വെല്ലുന്ന വേഗത്തിലാണെന്നത് ശ്രദ്ധേയമാണ്. ഫ്രാൻസുമായി ചേർന്ന് വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ഹാമർ മിസൈലുകൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. ഫ്രാൻസുമായി ഇന്ത്യ ഒപ്പുവെച്ച ഹാമർ മിസൈൽ കരാർ രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തേക്ക് വലിയൊരു ചുവടുവയ്പ്പാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഫ്രാൻസിന്റെ സാഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസ് എന്നിവയുടെ സംയുക്ത ശ്രമത്തിലൂടെ ഇന്ത്യയിൽ തന്നെ ഈ അത്യാധുനിക മിസൈലുകൾ നിർമ്മിക്കപ്പെടും. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും ആക്രമണശേഷി വർദ്ധിപ്പിക്കാനും നിർണായകമായ ഒരു മാറ്റമാണിത്. കരാർ പ്രകാരം മിസൈൽ നിർമ്മാണത്തിന് ബെലിനും സെഡിനും 50% വീതം പങ്കാളിത്തമുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്ഥാപിക്കും. മിസൈലിന്റെ 60% ഇന്ത്യൻ നിർമ്മിത ഭാഗങ്ങളായിരിക്കും. ഹാമർ മിസൈലുകളുടെ നിർമ്മാണം, വിതരണം, അറ്റകുറ്റപ്പണി എന്നിവയെല്ലാം ഇതിനു കീഴിലാകും നടത്തുക. വ്യോമസേന ഉപയോഗിക്കുന്ന റഫാൽ യുദ്ധവിമാനങ്ങളിലും നാവികസേന വാങ്ങുന്ന റഫാൽ നേവൽ വിമാനങ്ങളിലും പുതിയ ഹാമർ മിസൈലുകൾ ഘടിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് ദർശനത്തിന്റെ സമർത്ഥമായ പ്രയോഗം തന്നെയാണ് ഈ കരാർ എന്ന് പറയേണ്ടി വരും. ഹൈലി എജൈൽ, മോഡുലാർ, വിപുലമായ ദൂരപരിധി എന്നീ സവിശേഷതകൾ കൊണ്ട് മുൻനിരയിൽ നിൽക്കുന്ന ഹാമർ മിസൈലുകൾ റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് അസാധാരണമായ കരുത്തായിരിക്കും നൽകുക. പ്രത്യേകിച്ച് കൃത്യമായ സ്റ്റാൻഡ് ഓഫ് ആക്രമണങ്ങൾക്ക് ഹാമർ മിസൈൽ ഒരു ഗെയിം ചേഞ്ചറാണ്. ഈ മിസൈലുകളുടെ നിർമ്മാണം ഇന്ത്യയിൽ തന്നെ ആരംഭിക്കപ്പെടുന്നത് രാജ്യത്തിന്റെ ആകാശ രക്ഷാ ശേഷിയെ 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും ശക്തമായ നിലയിലേക്ക് ഉയർത്തുന്നു എന്ന കാര്യം നിസ്സംശയം ഉറപ്പിച്ചു പറയാൻ കഴിയും. മോദി സർക്കാരിന്റെ ശക്തമായ ദേശീയ സുരക്ഷാ സമീപനം കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ഇന്ത്യയെ ഒരു ഇമ്പോർട്ടർ രാജ്യത്തിൽ നിന്ന് മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണ്. ബ്രഹ്മോസ്, ആകാശ്, പിനാക, ആന്റി സാറ്റലൈറ്റ് സിസ്റ്റം, ഇലക്ട്രോണിക്സ് വാർഫെയർ സിസ്റ്റങ്ങൾ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ നൂതന ഉൽപാദനം ഉയർന്നതോടെ ഇന്ന് രാജ്യത്തിന് സ്വന്തം പ്രതിരോധ രംഗത്ത് വലിയ ആത്മവിശ്വാസമുണ്ടായി. ഇപ്പോൾ ഹാമർ മിസൈലുകളുടെ ആഭ്യന്തര നിർമ്മാണം ആരംഭിക്കുന്നത് ആ ആത്മവിശ്വാസത്തെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഉറപ്പിക്കുന്നു. ഇന്ത്യയുടെ സമ്പൂർണ്ണ പ്രതിരോധ സംവിധാനത്തിൽ ഒരു പ്രധാന വെല്ലുവിളിയാണ് അതിർത്തി രാജ്യങ്ങളിൽ നിന്നുള്ള ശത്രുതാ വീക്ഷണം. പ്രത്യേകിച്ച് ഇന്ത്യയുടെ അതിർത്തികളിൽ നിന്ന് പലപ്പോഴും ആക്രമണ ശ്രമങ്ങളും ഭീകരാക്രമണങ്ങളും നടക്കുന്നു. മോദി സർക്കാരിന്റെ കഠിനമായ പ്രതിരോധ നയങ്ങൾ ഈ വെല്ലുവിളികളെ നേരിടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു എന്നത് സമീപകാലങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ശാസ്ത്ര സജ്ജീകരണത്തിൽ സ്വയം പര്യാപ്തത നേടിയാൽ മാത്രം ഇന്ത്യക്ക് ഭീകരരെയും അവരെ പിന്തുണയ്ക്കുന്ന ശക്തികളെയും ഉറച്ച വിധത്തിൽ തടുക്കാനാകും. ഹാമർ മിസൈലുകളുടെ നിർമ്മാണം ഇതേ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ശക്തമായ ആയുധമാണ്. റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് ഹാമർ മിസൈലുകൾ ചേർക്കുന്നത് നമ്മുടെ വ്യോമസേനയെ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ സേനകളിൽ ഒന്നാക്കി മാറ്റും. അതിർത്തിയിൽ നടന്നേക്കാവുന്ന ഏത് പ്രകോപനത്തിനും ഇന്ത്യക്ക് ഇടവേളകളിലോ കാലതാമസത്തിലോ പെടാതെ ശക്തമായ മറുപടി നൽകാൻ കഴിയുന്നതാണ് ഇതിലൂടെ ലഭിക്കുന്ന വലിയ നേട്ടം. ഒരു രാജ്യത്തിന്റെ പ്രതിരോധം അതിന്റെ വികസനത്തിനുള്ള അടിസ്ഥാനമാണ് എന്ന് മോദി സർക്കാർ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ കരാർ അതിന്റെ തെളിവാണ്. മിസൈൽ നിർമ്മാണത്തിന്റെ സാമ്പത്തിക ഗുണങ്ങളും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് ആയിരക്കണക്കിന് സാങ്കേതിക തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടും. മാത്രമല്ല, ഇന്ത്യൻ കമ്പനികൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ കടന്നു വരാൻ വഴിയും തുറക്കപ്പെടും. മേക്ക് ഇൻ ഇന്ത്യ എന്ന പ്രമേയം പ്രതിരോധ രംഗത്ത് യാഥാർത്ഥ്യമാകുന്നത് ഹാമർ മിസൈലുകളിലൂടെ തന്നെയാണ് എന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യയുടെ പ്രതിരോധ ബലം വർദ്ധിക്കുന്നതോടെ ദുഷ്പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഏത് വിരുദ്ധ ശക്തിയും ഇത് ഗുരുതരമായ മുന്നറിയിപ്പായി കാണും. പ്രത്യേകിച്ച് ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കും സംഘങ്ങൾക്കും ഇപ്പോൾ ഇന്ത്യയെ വെല്ലുവിളിക്കുക വളരെ ദുഷ്കരമാണ്. ഇന്ത്യയുടെ കരുത്ത് തിരിച്ചറിയാതെ നടത്തുന്ന ഏതൊരു അതിക്രമത്തിനും തക്ക മറുപടി ലഭിക്കുമെന്ന സന്ദേശം തന്നെ ഈ മിസൈലുകൾ നൽകും. യുദ്ധം ഇന്ത്യയുടെ ലക്ഷ്യമല്ല എങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന പ്രതിഭാഗങ്ങൾക്ക് ഇന്ത്യയുടെ സൈനിക കരുത്തിനെ ഇനി അവഗണിക്കാൻ കഴിയില്ല. മോദി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയുടെ പ്രതിരോധ പരിപാലനം പ്രതികരണ നയം എന്നതിൽ നിന്ന് പ്രവർത്തന നയം എന്ന നിലയിലേക്കാണ് മാറിയത്. ശത്രുക്കൾ ആക്രമിച്ചാൽ മാത്രമേ മറുപടി നൽകൂ എന്ന പഴയ രീതിയിൽ നിന്ന് ഇപ്പോൾ രാജ്യം ഒരുപാട് മാറി. ഭീഷണി ഉയരുന്നതിന് മുൻപേ തന്നെ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ വികസനം തന്നെയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ സമീപനം. ഹാമർ മിസൈലുകൾ അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. സർവ്വതും ഒത്തുനോക്കുമ്പോൾ ഫ്രാൻസുമായുള്ള ഈ സംയുക്ത നിർമ്മാണ പദ്ധതിയിലൂടെ ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി വളരെയേറെ ഉയർന്നിരിക്കുന്നു. ഇന്ത്യയുടെ സുരക്ഷ അതിശക്തമാവുകയും രാജ്യത്തെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കുള്ള ഒരു ഉറച്ച സന്ദേശം നൽകുകയും ചെയ്യും.
പ്രതിരോധ രംഗത്ത് ഇന്ത്യ നേടിയ ഈ ചുവടുവയ്പ് മോദി സർക്കാരിന്റെ നേതൃത്വത്തിന്റെ ഫലമാണ്. ഭാവിയിൽ ഇന്ത്യയെ ഒരു ആഗോള പ്രതിരോധ ശക്തിയായി ഉയർത്താൻ ഹാമർ മിസൈൽ നിർമ്മാണം ഒരു നിർണായക നിമിഷമാകുമെന്നതിൽ സംശയമില്ല.